നിങ്ങൾക്കെന്നെ കാണാൻ കഴിയുന്നുണ്ടോ? ഞാനെന്നൊരു വസ്തു എന്താണ്, എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് കാഴ്ചയുള്ളത് കൊണ്ട് മാത്രമാണോ എന്നെ കാണാൻ കഴിയുന്നത്? അത് നിങ്ങൾക്ക് ആരെങ്കിലും അത് പറഞ്ഞു തരുന്നുണ്ടോ? പറഞ്ഞു തരുന്നുണ്ട് എന്ന് ഞാൻ പറയും. നിങ്ങളുടെ ബ്രെയിൻ, നമ്മളുടെ ബ്രെയിൻ എന്താണോ നമ്മളെ ധരിപ്പിക്കുന്നത് അത് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക, കേൾക്കാൻ കഴിയുക, രുചിക്കാൻ കഴിയുക. നമ്മളെ കാണുന്ന ലോകം ഒരു ത്രിമാന ലോകമാണല്ലേ. നമുക്ക് താഴെയും നമുക്ക് മേളിലും ലോകങ്ങളുണ്ടാവും. നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 4Dയെ പറ്റിയിട്ടാണ്, 4 ഡയമെൻഷൻ വേൾഡിനെ പറ്റിയിട്ടാണ്. സത്യത്തിൽ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല. അതെങ്ങനെയാണെന്ന് ദൃശ്യവൽക്കരിക്കാനോ എനിക്ക് കഴിയില്ല, ഒന്നും ഇമാജിൻ ചെയ്യാൻ പോലും എനിക്ക് കഴിയില്ല, എനിക്കറിയില്ല. കാരണം ഞാനൊരു 3D ലോകത്തിൽ അകപ്പെട്ട ഒരു വ്യക്തിയാണ്. പക്ഷെ എനിക്ക് അതിന് താഴേക്ക് 1 ഡയമെൻഷൻ വേൾഡ്, 2 ഡയമെൻഷൻ വേൾഡ് ഇതിനെയൊക്കെ പറ്റിയിട്ടറിയാം. അപ്പം എന്തായിരിക്കും ഒരു 4D വേൾഡ്? നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാലോ? അതിനു മുൻപ് ഞാൻ നിങ്ങളെ മറ്റ് ചില ലോകങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, കുറച്ച് കുഞ്ഞു ലോകങ്ങളിലേക്ക് കൊണ്ടുപോകാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു 1 ഡയമെൻഷണൽ ലോകത്താണ്. ഇവിടെ അങ്ങനെ അധികം വസ്തുക്കളൊന്നുമില്ല, ഒരു ബിന്ദുവാണുള്ളത്. ഒന്നിൽ കൂടുതൽ ബിന്ദുക്കളും ഉണ്ട്. പക്ഷേ അവ ജീവിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഒരു പ്രത്യേക പാരാമീറ്ററിൽ മാത്രമേ അവയ്ക്ക് ചലിക്കാൻ കഴിയുള്ളൂ. ഒരുപാടൊന്നും ചലിക്കാൻ കഴിയില്ല, ഒരു പ്രത്യേക ഡയറക്ഷനിൽ മാത്രം. അവർക്ക് അനുസൃതമായിട്ടുള്ള ഒരു പാരാമീറ്ററിൽ മാത്രമാണ് അവർക്ക് ചലിക്കാൻ കഴിയുക. അതുപോലെ തന്നെ മറ്റൊരു ലോകമുണ്ട്, അത് 2D വേൾഡാണ്. ഇവയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും കഴിയുന്ന വേൾഡാണ്. അതുകൊണ്ട് തന്നെ എനിക്കത് പറഞ്ഞു തരാൻ വളരെ എളുപ്പമാണ്. 2D വേൾഡിൽ ഒരു വൃത്തമുണ്ട്, ഒരു ത്രികോണമുണ്ട്, ഒരു ചതുർഭുജമുണ്ട് എന്ന് കരുതുക. അപ്പം ഈ സർക്കിളും ട്രയാങ്കിളും ഒക്കെയുള്ള ഈ 2D ലോകത്തിൽ അവർക്ക് മുന്നോട്ടും പിന്നോട്ടും ചലിക്കാൻ കഴിയും. അവർക്ക് നിയമിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് അവരുടെ നീളവും വീതിയുമാണ്. അതിനനുസരിച്ച് മാത്രം അവർക്ക് ചലിക്കാൻ കഴിയും. പക്ഷേ അവർക്ക് മേളിലേക്കോ താഴേക്കോ നോക്കാനുള്ള അനുവാദമില്ല. അവർക്കവിടെ ഉയരമില്ല. ഉയരം എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് അതിനെപ്പറ്റി മനസ്സിലാകുക പോലുമില്ല. എനിക്ക് എൻ്റെ 3D വേൾഡിലിരുന്ന് അവരെ കാണാം, കാരണം ഞാനാണല്ലോ ഈ 2D ക്രിയേറ്റ് ചെയ്തത്. സോ ഇനി മൂന്നാമത്തെ ലോകത്തേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ ലോകം എന്ന് പറയുന്നത് ത്രിമാന ലോകമാണ്, 3D വേൾഡാണ്. ഞാനും നിങ്ങളും എല്ലാം ജീവിക്കുന്നത്, അകപ്പെട്ടു പോയത് 3D വേൾഡിലാണ്. ഇവിടെ എനിക്ക് മുകളിലേക്ക് പോവാം, താഴേക്ക് പോവാം, പല പല ഡയറക്ഷൻസിലേക്ക് പോവാം. കാരണം എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഡയറക്ഷനാണ് അവയെല്ലാം. അതായത് നീളവും വീതിയും ഉയരവും ചേർത്ത് വെച്ചപ്പോൾ എനിക്ക് 3D എന്ന് പറയുന്ന ഒരു ലോകത്തെ കിട്ടി. ഇനി 4D എന്താ? ഇനി അങ്ങനൊരു ലോകമുണ്ടോ? 4D എന്നൊരു ലോകമുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? ഇമാജിൻ ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇമാജിൻ ചെയ്യാൻ കഴിയില്ല, വളരെ ബുദ്ധിമുട്ടാണ്, പറഞ്ഞു തരാനും കഴിയില്ല. പക്ഷേ 4D എന്ന ഒരു ലോകത്തിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവാൻ സാധ്യത? ഇനി നമ്മൾ അന്വേഷിക്കുന്ന ചില കാര്യങ്ങൾ ഈ 4D വേൾഡിലായിരിക്കുമോ ഉണ്ടാവുക? അന്യഗ്രഹ ജീവികൾ, ചില മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഇല്ലേ സോൾവ് ചെയ്യാൻ കഴിയാത്ത, അവയുടെയൊക്കെ സൊല്യൂഷൻസ് ഇനി അവിടെയാണോ ഉണ്ടാവുക? അറിയില്ല. എങ്ങനെയായിരിക്കും ഒരു 4D, ഒരു 4 ഡയമെൻഷൻ വേൾഡ് ഉണ്ടാവാൻ സാധ്യത? എന്തായാലും 4 ഡയമെൻഷനിൽ നിന്ന് ഒരാൾ നമ്മളുടെ 3 ഡയമെൻഷൻ വേൾഡിലേക്ക് വന്നാൽ നമുക്ക് അവരെ അറിയാൻ കഴിയില്ല, നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഇമാജിനേഷനിലേ ഇല്ലാത്തൊരു ലോകമാണത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞു കഥ പറയാം. അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് കുഞ്ഞു കഥ പറയാം. അതായത് ഒരു 2D വേൾഡ്, അവിടെ കുറേ ആളുകളുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സർക്കിളുണ്ട്, ട്രയാങ്കിളുണ്ട് എന്ന് കരുതുക. ഈ സർക്കിളും ട്രയാങ്കിളും രാവിലെ അവരുടെ ആ ഒരു ചെറിയ നടത്തത്തിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. അവരിങ്ങനെ സംസാരിച്ച് നടന്ന് മുന്നോട്ട് പോകുന്നു. പെട്ടെന്ന് ട്രയാങ്കിൾ ഒരു
സൗണ്ട് കേൾക്കുകയാണ്. ഹലോ. അത് 3D വേൾഡിൽ നിന്ന് വന്ന ഒരാളായിരുന്നു, ഒരു ബോള്. പക്ഷെ ഈ ബോള് സംസാരിക്കുന്നത് കേൾക്കാമെങ്കിലും ബോളിനെ കാണാനൊന്നും ഈ ട്രയാങ്കിളിന് പറ്റുന്നുണ്ടാവില്ല. കാരണം കാരണം ട്രയാങ്കിളിന് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ ഉയരത്തിലാണ്, അല്ലെങ്കിൽ ട്രയാങ്കിളിന് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു ഡയമെൻഷനിലാണ് ഈ ഒരു ബോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ബോളിന് ഭയങ്കര വിഷമമായി. ഞാനിങ്ങനെ വന്ന് വിളിച്ചിട്ട് അവരെന്താ എന്നെ ഒന്ന് കേൾക്കുകയും കാണുകയും ചെയ്യാത്തത്, എന്നെപ്പറ്റി ഒന്നും മനസ്സിലാക്കാത്തത് എന്താണ്. അപ്പം ബോൾ എന്ത് ചെയ്തു, ആ ഒരു ട്രയാങ്കിളിൻ്റെ മുകളിലേക്ക് ഉയർത്തിയിട്ട് അതിനോട് സംസാരിച്ചു. അതായത് അവിടെ ഒരു ഷെല്ല്, ആ ഒരു പാരാമീറ്റർ ബ്രേക്ക് ചെയ്തിട്ടാണ് അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നത്. അപ്പം വേറൊരു വേൾഡിലേക്ക് വന്നപ്പം ഒട്ടും വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ട്രയാങ്കിളിന് ഉയരത്തേത് കാണാൻ പറ്റും, താഴെ ഓരോരുത്തരുടെയും ടോപ്പ് കാണാൻ പറ്റും. കാരണം ഇതിനു മുൻപ് ആരുടെയും ടോപ്പ് കാണാൻ പറ്റില്ല. ഒരു പ്രത്യേക പാരാമീറ്ററിൽ മുന്നോട്ടും പിന്നോട്ടും മാത്രം, അല്ലെങ്കിൽ അവർക്ക് അനുവദിക്കപ്പെട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാത്രമാണ് അവർക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുക. ഉയരത്തിലേക്കും താഴേക്കും പറ്റില്ല. പക്ഷെ ബോള് അതിൻ്റെ 3 ഡയമെൻഷണൽ വേൾഡിലേക്ക് ഈ ഒരു ട്രയാങ്കിളിനെ കൊണ്ടുവന്നപ്പം അതിന് കുറേ കൂടെ ഒരു വിസിബിലിറ്റി കിട്ടി. തിരിച്ച് ഇവർ കുറേ സംസാരിച്ച് കുറേ യാത്ര ചെയ്തതിനു ശേഷം തിരിച്ച് ട്രയാങ്കിൾ വീണ്ടും തൻ്റെ ലോകത്തേക്ക് വന്നപ്പം അവിടെയുള്ള കൂട്ടുകാരോട് ഈ ഒരു കഥ പറഞ്ഞപ്പോൾ ആരും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അതേപോലെ 4 ഡയമെൻഷനിലേക്ക് നമ്മളൊരു ദിവസം ബ്രേക്ക് ചെയ്ത് പോയി എന്ന് കരുതുക. അവിടെ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ വന്ന് പറയുമ്പോൾ ആർക്കും വിശ്വസിക്കാനേ പറ്റില്ല നമ്മളെ. കാരണം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്താണ് 4D ഉള്ളത്. എന്തായിരിക്കും 4D? ഇനിയിപ്പോൾ 4th ഡയമെൻഷണൽ വേൾഡ് എങ്ങനെയായിരിക്കും? അവിടെ ടൈം ആയിരിക്കുമോ 4ാമത് വരുന്ന ഒരു ക്വാണ്ടിറ്റി, ആ ഒരു ഫാക്ടർ? ടൈം ആണെങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ ലോകം? ടൈം ആണെങ്കിൽ അവിടെ പ്രസന്റ് ഉണ്ടാവില്ല, പാസ്റ്റ് ഉണ്ടാവില്ല, ഫ്യൂച്ചർ ഉണ്ടാവില്ല. ഒരു പ്രത്യേക രീതിയിലായിരിക്കും ആ ഒരു ലോകം പോകുന്നത്. അതായത് ടൈമിനെ 4ാമത്തെ ഡയമെൻഷണൽ പാരാമീറ്ററായി കാണുകയാണെങ്കിൽ 4D എന്ന് പറയുന്നൊരു വേൾഡിൽ പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചറും ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. അങ്ങനെ ടൈമിനെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആക്കി കാണിച്ചുകൊണ്ടൊരു 4D ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഈ ഡയമെൻഷൻസിന്, അതായത് 3D ഡയമെൻഷൻസിന് മേളിലുള്ളതും താഴെയുള്ളതുമായ വേൾഡ് ഉണ്ടല്ലോ. 3 ഡയമെൻഷണൽ വേൾഡ്, 2 ഡയമെൻഷണൽ വേൾഡ്, 1 ഡയമെൻഷണൽ വേൾഡ്, അങ്ങനെ ഉണ്ടല്ലോ. പല പല ഡയമെൻഷൻസ് ഉണ്ടല്ലോ. അതായത് ഹൈ ഡയമെൻഷൻസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ നിലവിലുള്ള ഡയമെൻഷൻസിൻ്റെ കൂടെ പുതിയ പുതിയ ഡയമെൻഷൻസ് ചേർത്ത് വെക്കണം. നീളത്തിൻ്റെ കൂടെ വീതി ചേർത്ത് വെച്ചു, വീതിയുടെ കൂടെ ഉയരം ചേർത്ത് വെച്ചു, അങ്ങനെ പുതിയ ഡയമെൻഷൻസ് ഉണ്ടായി. അതായത് ഞാൻ ഓരോ ഫാക്ടേഴ്സിൻ്റെയും കൂടെ പുതിയ ഫാക്ടേഴ്സ് ചേർത്ത് വെക്കുമ്പോൾ അവയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 4 ഡയമെൻഷനിലേക്ക് ചെല്ലുന്ന സമയത്ത് 3 ഡയമെൻഷനിലുള്ള കാര്യങ്ങൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എങ്ങനെ വെക്കണം എന്നുള്ളതാണ് ഇഷ്യൂ. അതെങ്ങനെ പ്ലേസ് ചെയ്യണം എന്നതനുസരിച്ചിരിക്കും. അതെങ്ങനെ പ്ലേസ് ചെയ്യണമെന്ന് നമുക്കറിയില്ല. ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ നിന്നാണ് ഈ ഒരു നിഗമനത്തിലേക്ക് ആളുകൾ എത്തിയത്. ഈ ടൈം എന്ന് പറയുന്നത് 4 ഡയമെൻഷൻ്റെ ഭാഗമായിരിക്കാം എന്നൊരു നിഗമനം. പക്ഷെ അത് തെറ്റിദ്ധാരണ മാത്രമാണ് കേട്ടോ. കാരണം ഈ ടൈം എന്ന് പറയുന്നത് എല്ലാ ഡയമെൻഷൻസിലും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ ഡയമെൻഷനാണ്. 1 ഡയമെൻഷനിലുണ്ട്, 2 ഡയമെൻഷനിലുണ്ട്, 3 ഡയമെൻഷനിലുണ്ട്, 4 ഡയമെൻഷനിലും ഉണ്ടാവും, 76th 80th ഡയമെൻഷനിലും ടൈം ഉണ്ടാവും. ബട്ട് അതൊരു എക്സ്ട്രാ ഡയമെൻഷൻ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് ടൈം എന്ന് പറയുന്നത് എപ്പോഴും ഒരു n+1 ഡയമെൻഷൻ ആയിരിക്കും. 5D ലോകത്തിൻ്റെ 6ാമത് ഡയമെൻഷനായിട്ട് ടൈം അവിടെ ഉണ്ടാവും. സോ ടൈമിന് ഒരിക്കലും ഒരു ക്വാണ്ടിറ്റി ആവാൻ, അതായത് ഒരു 3D അല്ലെങ്കിൽ ഒരു ഹൈ ഡയമെൻഷണൽ ലോകത്തിൻ്റെ ഒരു ക്വാണ്ടിറ്റി ആവാൻ കഴിയില്ല. അതിൻ്റെ ഒരു എക്സ്ട്രാ ഡയമെൻഷൻ ആവാൻ മാത്രമേ ടൈമിന് കഴിയുള്ളൂ. കാരണം ടൈം എല്ലാ ഡയമെൻഷണൽ വേൾഡിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹയർ ഡയമെൻഷനിൽ നിൽക്കുന്ന ആളുകളെ നമുക്ക് ഹൈപ്പർതെറ്റിക്കൽ എന്നും ലോവർ ഡയമെൻഷനിൽ നിൽക്കുന്ന ആളുകളെ ഹൈപ്പോഫ്ലാറ്റിക്കൽ എന്നും പറയാം. ഈ ഹൈപ്പോഫ്ലാറ്റിക്കലായിട്ടുള്ള ആളുകൾക്ക് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പോൾ ഒരു
ഒരു പേപ്പർ എടുക്കുക. ആ പേപ്പറിനൊരു നെഗ്ലിജിബിൾ തിക്നെസ് ഉണ്ട്, പക്ഷെ അത് ഒരു 2Dയിലാണ് എന്ന് കരുതുക. അത് ഭയങ്കര ഭയങ്കര മൂർച്ചയേറിയ ഒരു വസ്തുവാണെന്ന് കരുതുക. അതിനെന്നെ വന്ന് കട്ട് ചെയ്യാൻ പറ്റും, 3Dയിലുള്ള എന്നെ. അപ്പം 2Dയിലുള്ള ആളുകൾക്ക്, അതിന് താഴെ 3Dയിലുള്ള ആളുകൾക്ക് ഒരു പോയിന്റിന് അപ്പുറത്തേക്ക് ചെന്നാൽ അവർക്ക് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ടാവും. അപ്പോൾ നമുക്കും അഡ്വാൻറ്റേജസ് ഉണ്ടാവില്ലേ 4Dയിലുള്ള ആളുകളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട്? പക്ഷെ അത് ഏത് ലെയറിലേക്ക് കൊണ്ടെത്തിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ 4Dയിൽ നിന്ന് ഒരു ഏലിയൻ വന്നിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാൻ പോവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ രണ്ടു കൂട്ടരും വേറെ വേറെ ലോകത്തല്ലേ നിൽക്കുന്നത്. അതുപോലെ തന്നെ 3Dയിലെ നിയമങ്ങളല്ല 2Dയിൽ, 2Dയിലെ നിയമങ്ങളല്ല 1Dയിൽ, 4Dയിലും മറ്റ് നിയമങ്ങളാവാം, നമുക്കറിയില്ല. അതായത് 3Dയിൽ ഞാൻ കെട്ടുന്ന ഒരു കെട്ട് 4Dയിൽ അഴിഞ്ഞു പോകും. 2Dയിൽ എനിക്ക് കെട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് 3Dയിൽ അഴിഞ്ഞു പോകും. കാരണം നിയമങ്ങൾ വേറെയാണ്. 3 ഡയമെൻഷൻസ് വെച്ചാണല്ലോ നമ്മളൊരു നൂല് കെട്ടുക. 4Dയിലേക്ക് ചെല്ലുമ്പോൾ വളരെ എക്സ്ട്രാ ഒരു ഡയമെൻഷൻ ഉണ്ട്. അപ്പം അതിനും കൂടെ അനുസൃതമായിട്ടായിരിക്കും നമ്മൾ അവിടെ ഒരു നൂല് കെട്ടേണ്ടത്. അതായത് 3Dയിലുള്ള ഒരുപാട് കാര്യങ്ങൾ 4Dയിൽ ആപ്ലിക്കബിൾ അല്ല. 4Dയിലുള്ള ഒരു ഏലിയൻ വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രോപ്പറായിട്ട് പറ്റത്തില്ല. കാരണം അവർ പറയുന്ന വസ്തുക്കളെ പറ്റി നമുക്കറിയില്ല, നമ്മൾ പറയുന്ന വസ്തുക്കളെ പറ്റി അവർക്കും അറിയില്ല. പക്ഷെ ഒരു രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ത്രൂ മാത്തമാറ്റിക്സ്. അതുകൊണ്ടാണ് ഗലീലിയോ പറഞ്ഞത് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ ലാംഗ്വേജ് ആണെന്ന്. അതായത് 4Dയിൽ 2 ഉള്ളത് ഇവിടെയും നമുക്ക് 2 തന്നെ എന്ന് പറയാൻ പറ്റുള്ളൂ. 4Dയിൽ 3യിൽ നിന്ന് 1 മൈനസ് ചെയ്താലും 2 തന്നെയാണ്, ഇവിടെയും 3യിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 2 തന്നെയാണ്. അവരുടെ സബ്സ്ട്രാക്ഷൻ നമ്മുടെ സബ്സ്ട്രാക്ഷൻ, അവരുടെ അഡീഷൻ നമ്മുടെ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എല്ലാം സെയിം ആണ്. മാത്തമാറ്റിക്സ് എല്ലാ ഡയമെൻഷനിലും സെയിം ആയിരിക്കും. ഇനി എന്തിനാണ് നമ്മൾ ഇതിനെയൊക്കെ പറ്റിയിട്ട് ഒരുപാട് വാചാലരാകുന്നത്? എന്തിനാണ് നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കേണ്ട കാര്യം? 4D എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ് ഗുണം? 2D എന്താണ്, 3D എന്താണ്, ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ചിട്ട് നമുക്ക് എന്താണ് ഗുണം? അതായത് നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് അറിഞ്ഞുകൂടാ എന്നതുകൊണ്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരിക്കലും അങ്ങനെ അവകാശപ്പെടാൻ കഴിയില്ല. നമുക്ക് അറിയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതലാണ് അറിയാത്ത കാര്യങ്ങൾ. നമുക്ക് അറിയാം എന്ന് അറിയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതലാണ് നമുക്ക് അറിയില്ല എന്ന് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ. അതുകൊണ്ട് എത്രത്തോളം നമ്മൾ അറിവ് ശേഖരിക്കുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ സംശയങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. അത്രത്തോളം ലോകം വലുതാണെന്ന് നമുക്ക് മനസ്സിലായിക്കൊണ്ടേയിരിക്കും. അത്രത്തോളം ലോകം കോംപ്ലക്സ്ഡ് ആണെന്ന് നമുക്ക് തിരിച്ചറിവ് വന്നുകൊണ്ടിരിക്കും. അതായത് നമ്മുടെ മരണം വരെ ലോകത്തിനെ പറ്റി, യൂണിവേഴ്സിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാതെയായിരിക്കും നമ്മൾ ജീവിക്കുക, അറിയാതെയായിരിക്കും നമ്മൾ മരിക്കുക. സ്റ്റുഡൻസ്,